ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഹയർ പർച്ചേസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. എന്താണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു. ഹയർ പർച്ചേസറിൻ്റെ ബുക്സിനകത്ത് എന്തൊക്കെ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം, അക്കൗണ്ട്സ് വരയ്ക്കാമെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഹയർ വെണ്ടറിൻ്റെ ബുക്കിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള അക്കൗണ്ട്സ് വരയ്ക്കണം, ഏതൊക്കെ മെത്തേഡ് പ്രകാരമുള്ള അക്കൗണ്ട്സ് വരയ്ക്കണം എന്ന കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ ഇത്രയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണെന്നറിയാമോ, ചില സാഹചര്യങ്ങളിനകത്ത് ഹയർ പർച്ചേസറിൻ്റെ അകത്തോ ഹയർ വെണ്ടറിനകത്തോ നമുക്ക് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്ക് വരയ്ക്കുമ്പോഴും ഹയർ വെണ്ടറിൻ്റെ ബുക്ക് വരയ്ക്കുമ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിയണം? ക്യാഷ് പ്രൈസ് അറിയണം അല്ലേ. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയണം. 2, ഇൻസ്റ്റാൾമെന്റ്സ് എത്രയൊക്കെയാണെന്ന് അറിയണം അല്ലേ. 3, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണം. 4, ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് അറിയണം. ഈ 4 കാര്യങ്ങളിലെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 4 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ പർച്ചേസറിൻ്റെ ആണെങ്കിലും ഹയർ വെണ്ടറിൻ്റെ ആണെങ്കിലും ബുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ആണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് വേണം. എത്രയാണ് ക്യാഷ് പ്രൈസ് എന്ന് അറിയണം, എത്രയാണ് ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് അറിയണം, ഓരോ ഇൻസ്റ്റാൾമെന്റ്സിനകത്തും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണം. ഈ കാര്യങ്ങളെല്ലാം അറിയണം. ആണല്ലോ. ഇതേ കാര്യം തന്നെയാണ് ഹയർ വെണ്ടറിൻ്റെ ബുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത്. സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നാലഞ്ച് ടൈപ്പ് ഓഫ് ഇല്ലുസ്ട്രേഷൻസ് ആണ്. ആ ഇല്ലുസ്ട്രേഷൻസിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരില്ല. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റോ ക്യാഷ് പ്രൈസോ കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലായി? അതായത് പ്രോബ്ലത്തിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് തരുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ക്യാഷ് പ്രൈസോ ഇൻസ്റ്റാൾമെന്റ്സോ ഇൻട്രസ്റ്റോ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? സോ അത് ഏതൊക്കെ മെത്തേഡാണ്, അല്ലെങ്കിൽ ആ മെത്തേഡ് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കണേ. എളുപ്പമാണ്. ഒരു 4 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അത് വരുമ്പം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. നമ്മുടെ മെറ്റീരിയലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ നോക്കാം. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ നമ്പർ 1. Situation number 1, when rate of interest, total cash price and installments are given. അതായത് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ചെയ്യേണ്ട എന്താ, ഓരോ ഇൻസ്റ്റാൾമെന്റിനകത്തും നമുക്ക് അങ്ങനെയല്ലേ വേണ്ടേ, ഓരോ ഇൻസ്റ്റാൾമെന്റ്സിനകത്തും കയറി വരുന്ന ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും എത്രയാണെന്ന് അറിയണം. എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയല്ലേ. ഓരോ ഇൻസ്റ്റാൾമെന്റിനകത്തും കയറി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണം. ജനറൽ എൻട്രി മറന്നുപോയോ? നിങ്ങൾ അക്കൗണ്ട് വരച്ചത് മറന്നുപോയോ? എന്താ ചെയ്തത് അവിടെ? ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി അല്ലേ. ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കിയിട്ടാണ് ഹയർ വെണ്ടർക്ക് നമ്മൾ കൊടുത്തത്. എന്നിട്ട് ആ ഇൻട്രസ്റ്റിലെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റാൾമെന്റിനകത്തുള്ള ഇൻട്രസ്റ്റ് പോർഷൻ എത്രയാണോ അത് മാത്രമാണ് നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നേ, നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്നേ അല്ലേ. ഒരു 25,000 രൂപ ഇൻസ്റ്റാൾമെന്റ്, 20,000 രൂപ ക്യാഷ് പ്രൈസും 5,000 രൂപ ഇൻട്രസ്റ്റും. സോ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഓഫ് അവിടെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും അങ്ങനെയാണ് പറയണേ. അതായത് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കണേ, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 25,000 ആയിരുന്നു ഇൻസ്റ്റാൾമെന്റ്, 5,000 നമ്മുടെ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഇവിടെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ല തന്നിരിക്കണേ, പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഓരോ ഇൻസ്റ്റാൾമെന്റ്സിനകത്ത് കയറി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ എളുപ്പമാണ്. കാരണം ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് ഉണ്ട്. എത്രയാണോ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, വൺസ് അഗൈൻ എത്രയാണോ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അതിന്റെ പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ്. ആണല്ലോ. നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ലോൺ എടുത്തു, ആദ്യത്തെ വർഷം 1 ലക്ഷം രൂപ അടച്ചു. സോ ബാക്കി 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എന്ത് അടച്ചാൽ മതി? ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. രണ്ടാമത്തെ വർഷം എഗെയിൻ 1 ലക്ഷം രൂപ അടച്ചു. സോ ബാലൻസ് 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. സോ അതും അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യണേ. എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് വരുന്നത്, ഹയർ പർച്ചേസ് പ്രൈസ് അല്ല കേട്ടോ, അത് തെറ്റിക്കരുത്. ഔട്ട്സ്റ്റാൻഡിങ് ഹയർ പർച്ചേസ് പ്രൈസ് അല്ല. കാരണം എന്താ, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ. സോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എപ്പോഴും ഏതിന്റെ മുകളിലായിരിക്കും? ക്യാഷ് പ്രൈസിന്റെ മുകളിലായിരിക്കും. സോ ഓരോ ടേമിനകത്തും വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കുക, അതിന്റെ എത്രയാണോ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കണേ ആ ഇൻട്രസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാം. ഒരു പ്രോബ്ലം നോക്കി, എക്സ് പർച്ചേസസ് എ കാർ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം ഓൺ 1/1/2011.
the total cash price of the car is rupees 4,50,000, payable 90,000 down payment. That means cash price 4,50,000 ആണ്, അതിനകത്ത് 90,000 rupees down payment കൊടുത്തിട്ടുണ്ട്, and 3 installment of 1,50,000, sorry 1,70,000, 1,50,000, 1,08,460 payable at the end of first, second and third year respectively. The interest is charged at 10% per annum. സോ ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നോക്കി ആൻസർ ചെയ്ത് നോക്കിയോ. ടോട്ടൽ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 4,50,000 ആണ്. എപ്പോഴാണ് നമ്മൾ കാർ എടുക്കണേ? 1/1/2011 കാർ എടുക്കണേ. സോ 1/1/2011 4,50,000 രൂപയുടെ കാർ വാങ്ങിച്ച സമയത്ത് അപ്പോൾ തന്നെ നമ്മളൊരു 90,000 rupees എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ഡൗൺ പേയ്മെന്റ് അല്ലേ? മനസ്സിലായല്ലോ. ജനുവരി 1-ാം തീയതി നിങ്ങൾ കാർ എടുക്കുന്ന നേരത്ത് 4,50,000 രൂപയായിരുന്നു കാറിന്റെ വാല്യൂ. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു 90,000 ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് നമുക്ക് ഇനി എത്ര മാത്രമേ കൊടുക്കാനുള്ളൂ? 3,60,000 മാത്രമേ കൊടുക്കാവുള്ളൂ. ചെയ്ത് മനസ്സിലായല്ലോ. ഇനി ആ വർഷ അവസാനം ദാറ്റ് മീൻസ് 31st December 2011 നമ്മൾ ആലോചിച്ച് നോക്കിയേ എത്രയാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണേ? 1,70,000 rupees ആണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണേ. സോ ഇവിടെ 1,70,000 rupees എന്ന് എഴുതി. ഈ 1,70,000 rupeesനകത്ത് ക്യാഷ് പ്രൈസും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. ഇൻട്രസ്റ്റ് 10% പറഞ്ഞിട്ടുണ്ട്. സോ എത്രയാണോ നമ്മൾ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അതിന്റെ 10% നമ്മൾ എന്തായിട്ട് വരും? ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അങ്ങനെയല്ലേ? ഇവിടെ നോക്കി 3,60,000 rupees ആണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. അതിന്റെ 10% എത്ര വരും? 36,000 ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ഏതിനകത്ത് നിന്ന്? ഈ 1,70,000 നിന്ന് 36,000 ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ബാലൻസ് 1,34,000 rupees ഏതിലോട്ട് പോകും? ക്യാഷ് പ്രൈസ് ആയിട്ട് പോകും. ചെയ്ത് മനസ്സിലായോ? അതായത് 1,70,000 രൂപയാണ് ഇൻസ്റ്റാൾമെന്റ്. ആ ഇൻസ്റ്റാൾമെന്റിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ, ഏതിന്റെ? ക്യാഷ് പ്രൈസിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ അതിന്റെ 10% ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. സോ ബാലൻസ് നമുക്ക് ഏതിലോട്ട് വരാം? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് വരാം. എന്നിട്ട് ഈ 3,60,000 ആണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അതിനകത്ത് നിന്ന് നമുക്ക് ഈ 1,34,000 rupees മൈനസ് ചെയ്യാം. ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് 2,26,000 വരും. ആൻഡ് സെക്കൻഡ് ഇയർ നോക്കി കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് 1,50,000 ആണ്. ഇവിടെ 2,26,000 ആണ് നമ്മുടെ ബാലൻസ് പറഞ്ഞത്. അതിന്റെ 10% ദാറ്റ് മീൻസ് 22,600 വരും. ഈ ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ ക്യാഷ് പ്രൈസ് കിട്ടും. ഓപ്പണിംഗ് ക്യാഷ് പ്രൈസിൽ നിന്ന് ഈ വർഷത്തെ ക്യാഷ് പ്രൈസ് നോക്കാം. സോ നമുക്ക് ബാലൻസ് എത്രയാണെന്ന് നോക്കാം. ആൻഡ് തേർഡ് ഇയർ ഇതേപോലെ തന്നെ 98,600 ആണ് ഓപ്പണിംഗ് ബാലൻസ്. അതിന്റെ 10% 9,860 വരും. ടോട്ടൽ ഇൻസ്റ്റാൾമെന്റ് ഈ പറയുന്ന പോലെ 1,860 ആണ്. രണ്ടും കറക്റ്റ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് ആ തേർഡ് ഇയറിൽ അതങ്ങ് അവസാനിക്കും. സോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. പ്രോബ്ലത്തിനകത്ത് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ല തന്നിരിക്കണേ. പ്രോബ്ലത്തിനകത്ത് എന്താ തന്നിരിക്കണേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കണേ. സോ അങ്ങനെ വരുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വർഷത്തെയും ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കാം. ആ ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ ക്യാഷ് പ്രൈസ് കിട്ടും. ഈ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസിൽ നിന്ന് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ ക്ലോസിംഗ് ക്യാഷ് പ്രൈസ് കിട്ടും. അടുത്ത വർഷം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത് ഏത് പ്രൈസിനകത്താണ്? ഈ പറയുന്ന ക്ലോസിംഗ് ക്യാഷ് പ്രൈസിനകത്താണ്. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഓർത്തിരിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ല തന്നിരിക്കണേ, പകരം പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വരച്ച് ഏത് കണ്ടുപിടിക്കേണ്ടി വരും? ഈ ഇൻട്രസ്റ്റും ക്യാഷ് പ്രൈസും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ആൻഡ് ദ സെക്കൻഡ് വൺ, രണ്ടാമത്തെ മെത്തേഡ് നോക്കി. വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ്സ് ആർ ഗിവൺ ബട്ട് ടോട്ടൽ ക്യാഷ് പ്രൈസ് ഈസ് നോട്ട് ഗിവൺ. പെട്ടുപോയി. എന്താ? ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓരോ വർഷവും ഇത്രയൊക്കെ രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നിട്ടില്ല? ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല. ക്യാഷ് പ്രൈസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? ഓക്കെ. ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓക്കെ, കഴിഞ്ഞ മെത്തേഡിനകത്ത് ക്യാഷ് പ്രൈസ് അറിയാവുന്നത് കൊണ്ടാണ് ക്യാഷ് പ്രൈസിന്റെ ബാലൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തത്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത്. ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചത്. ഇവിടെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയാൻ പാടില്ല. ക്യാഷ് പ്രൈസ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനും പറ്റില്ല. സോ ഇങ്ങനെ ക്യാഷ് പ്രൈസ് തരാതെ ചെയ്യുന്ന പ്രോബ്ലങ്ങളിലെ നമ്മൾ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് റിവേഴ്സ് കാൽക്കുലേഷൻ മെത്തേഡ്.
മനസ്സിലായോ? എങ്ങനെയായിരുന്നു? റിവേഴ്സ് കാൽക്കുലേഷൻ മെത്തേഡ്. കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കി, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 1,08,460 ആണ് അല്ലേ? ആണല്ലോ. അതായത് ഈ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഏതൊക്കെയായിരുന്നു? 98,600 പ്രിൻസിപ്പളും, ദാറ്റ് മീൻസ് ക്യാഷ് പ്രൈസും, 9,860 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും. അങ്ങനെ 1,08,460 വരും. ദാറ്റ് മീൻസ് അവസാനത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എത്രയാണോ ആ ഇൻസ്റ്റാൾമെന്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഏത് ക്യാൻസൽ ആയി പോകും? ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും ക്യാൻസൽ ആയി പോകും. അതായത് ഇത് 110% ഞാൻ പറയുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലോ. ഇത് 110% ആയിരിക്കും. ഇതിനകത്ത് 100% ക്യാഷ് പ്രൈസും 10% ഏതുമായിരിക്കും? ഇൻട്രസ്റ്റും ആയിരിക്കും. നോക്കാം. 1,08,460 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി. മനസ്സിലായി? ഇതിന്റെ സഹായത്തോട് കൂടിയിട്ട് എനിക്ക് അടുത്ത മെത്തേഡ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും കൂട്ടുപിടിച്ചത്. അതായത് അവസാനത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്, വൺസ് അഗൈൻ, അവസാനത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടോടുകൂടി ഇൻട്രസ്റ്റും ക്യാഷ് പ്രൈസും അങ്ങ് ക്യാൻസൽ ആയി പോകും. മനസ്സിലായി? സോ അടുത്ത മെത്തേഡിനകത്ത് നമ്മൾ അതാണ് ബേസ് ആയിട്ട് ചെയ്യണേ. ദാറ്റ് മീൻസ് ലാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് എടുക്കുന്നു, ആ ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും വേർതിരിച്ചെടുക്കുന്നു. ഇനി എന്ത് ചെയ്യാം? ഓരോ ടേമിലും ഇതേപോലെ റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കി, എക്സ് പർച്ചേസ്ഡ് എ TV ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ആസ് പെർ ദ ടേംസ് ഓഫ് റിക്വയർഡ് ടു പേ 3,000 ഡൗൺ, 3,000 രൂപ ഡൗൺ പേയ്മെന്റ്, 4,000 at the end of the first year, 3,000 at the end of second year and 5,000 at the end of the third year. അതായത് ഒരു ഡൗൺ പേയ്മെന്റ് 3 ഇൻസ്റ്റാൾമെന്റും തന്നിട്ടുണ്ട്. ഒരു ഡൗൺ പേയ്മെന്റ് 3 ഇൻസ്റ്റാൾമെന്റും തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാൾമെന്റിനകത്ത് എത്രയാണ് ക്യാഷ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എന്നോ എത്രയാണ് ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എന്നോ പറഞ്ഞിട്ടില്ല. ആകെ കൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? 12% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. ലാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5,000 ആണ്. ചെയ്യാൻ പോകുന്നു നോക്കി. ലാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 5,000 ആണ്. ഈ 5,000-നകത്ത് ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും ആഡ് ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് ഈ 5,000 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായി? സോ എത്രയായിരിക്കും നോക്കി, 5,000 ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 536 റുപ്പീസ് നമുക്ക് എന്തായിട്ട് പോകും? ഈ 5,000-നകത്തുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 5,000-നകത്തുള്ള ക്യാഷ് പ്രൈസ് എത്രയായിരിക്കും? 5,000 മൈനസ് 536 എത്ര വരും? ബാലൻസ് ക്യാഷ് പ്രൈസ് 4,464. അതായത് ഏറ്റവും അവസാനത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് എടുക്കുക, ആ ഇൻസ്റ്റാൾമെന്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസിന്റെ പെർസെൻറ്റേജ് കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കി, ദ ബാലൻസ് ഓഫ് ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലായി. അതായത് മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിങ്ങിലെ ക്യാഷ് പ്രൈസ് എത്രയായിരിക്കും? ഈ പറയുന്ന പോലെ 4,464 ആയിരിക്കും. മനസ്സിലായല്ലോ? എപ്പോഴത്തെ മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിങ്ങിലെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 4,464 ഇൻറ്റു 12 ചെയ്ത് നോക്കി, 526 വരും. മനസ്സിലായോ? അതായത് മൂന്നാമത്തെ വർഷത്തെ കഴിഞ്ഞ പ്രിൻസിപ്പൾ പ്രകാരം പറയുവാണെങ്കിൽ മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിനാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണേ അല്ലേ? സോ മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 4,464 ഇൻറ്റു 12% ചെയ്താൽ ഈ എമൗണ്ട് നമുക്ക് കിട്ടും. ഇൻറ്റു 12% ചെയ്താൽ ഈ എമൗണ്ട് കിട്ടും, 536 കിട്ടും ഉറപ്പായിട്ടും. മനസ്സിലായി? ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് വരും. അതായത് മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 4,464 ആണ്. രണ്ടാമത്തെ വർഷത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ വർഷത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എത്രയായിരുന്നു? 3,000 ആണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 4,464 പ്ലസ് സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് എത്ര വരും? 7,464 വരും. ഇനി അവിടെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 7,464 ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 800 വരും.
മനസ്സിലായി? എങ്ങനെയായിരുന്നു? 7464 ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 800 വരും. സോ നോക്കി, ഈ 7464 മൈനസ് 800 ചെയ്യുമ്പോൾ 6664 എന്തായി? ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് ആയി. ചെയ്താൽ മനസ്സിലായി? ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് ആയിട്ട് എത്ര കിടപ്പുണ്ട്? 6664 കിടപ്പുണ്ട്. ഇത് എപ്പോഴാണ് കിടക്കണേ? രണ്ടാമത്തെ വർഷമാണ്. 2ഉം 3ഉം കൂടെ നമുക്ക് എത്ര കൊടുത്താൽ മതി? ഇത്രയും കൊടുത്താൽ മതി. 6664 കൊടുത്താൽ മതി അല്ലേ? രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം കൂടെ കൂട്ടിയിട്ട് ഈ പറയുന്ന പോലെ 6664 കൊടുത്താൽ മതി. അതിനകത്ത് മൂന്നാമത്തെ വർഷത്തെ ബാലൻസ് എത്രയാണ്? 4464 ആണ്. സോ അത് മൈനസ് ചെയ്യുന്ന നേരത്ത് സെക്കൻഡ് ഇയറിലെ ക്യാഷ് ബാലൻസ് എത്ര വരും? 2200 വരും. ഈ ഒരു ഏരിയ ആണ് എല്ലാ സ്റ്റുഡൻസിനും ഡൗട്ട് വരുന്നത്. മനസ്സിലായി? അതൊന്ന് ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ആദ്യത്തെ വർഷത്തെ ചെയ്തതുപോലെ അത്ര എളുപ്പം, അല്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്ത പോലെ അത്ര എളുപ്പമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കി, 4000 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന എത്ര മാത്രമാണ്? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 3000 പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത് 3000 മാത്രമല്ലല്ലോ. ആണോ? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത് 3000 മാത്രമല്ല, 3000 പ്ലസ് തേർഡ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്, അതിനല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തേ? ആണോ? സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം 7464 വന്നു. ആ എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു 800. സോ ബാലൻസ് ഈ പറയുന്ന പോലെ, അതായത് ഇത് സെക്കൻഡ് പ്ലസ് തേർഡ് ഇയറിലെ എമൗണ്ടാണ്. ഇതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത്. എന്നിട്ട് എഴുതിയിരിക്കുന്ന ഈ എമൗണ്ട് ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? സെക്കൻഡ് പ്ലസ് തേർഡ് ഇൻസ്റ്റാൾമെന്റിന്റെ ആയിരിക്കും. അതിനകത്ത് നിന്ന് തേർഡ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തേർഡ് ഇൻസ്റ്റാൾമെന്റ് മൈനസ് ചെയ്താൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലേയും ചെയ്യാം. ഫസ്റ്റ് ഇയറിലെ നോക്കി ബാലൻസ് എത്ര വരും? അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 4000. സോ സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെന്റ് 6664 ആണ് ബാലൻസ് സെക്കൻഡ് ഇയറിൽ. പ്ലസ് ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് ആഡ് ചെയ്യുമ്പോൾ 10664 വരും. നിങ്ങൾ ആലോചിക്കേണ്ട എന്നാണെന്നറിയാമോ? ഇത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ 3 ഇൻസ്റ്റാൾമെന്റിന്റെയും കൂടെ ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് ആണ്. ഇവിടെയും അതേപോലെ തന്നെ ചെയ്യാം. 10664 ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്യുന്ന നേരത്ത് ഇൻട്രസ്റ്റ് 1143 വരും. മനസ്സിലായി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് ഓഫ് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസ് കിട്ടും. ചെയ്താൽ മനസ്സിലായി? അതിനകത്ത് ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വരും? ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് ഓഫ് ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെയ്താൽ മനസ്സിലായി? ഏത് രണ്ടും മൈനസ് ചെയ്യണം? കാരണം ഈ എഴുതിയിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ക്യാഷ് പ്രൈസും കൂടെ ചേർന്നതാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും കൂടെ ചേർന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്നറിയാമോ? ഈ 3 വർഷത്തെയും ക്യാഷ് പ്രൈസ് കൂടെ 3000 കൂടെ അങ്ങ് ആഡ് ചെയ്യും. 3000 എന്താ? ഡൗൺ പേയ്മെന്റ് ആണ് അല്ലേ? ക്യാഷ് പ്രൈസിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് മൈനസ് ചെയ്ത് ബാലൻസ് മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റിലോട്ട് കൊണ്ടുപോകണേ. സോ അതേ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ബാലൻസ് ഇൻസ്റ്റാൾമെന്റ്സിനകത്തുള്ള ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലായി. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഏതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം? ഡൗൺ പേയ്മെന്റിന്റെ ക്യാഷ് പ്രൈസും കൂടെ ആഡ് ചെയ്യും. ചെയ്താൽ മനസ്സിലായി? അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടും. ഓക്കെ, സോ നമ്മൾ ചെയ്ത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ലാസ്റ്റിൽ ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ തേർഡ് ഇയറിലെ ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എത്രയാണെന്ന് കിട്ടി. അത് സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെന്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഇനി ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് തേർഡ് ഇയറിലെ ക്യാഷ് പ്രൈസ് ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലെ ക്യാഷ് പ്രൈസും കിട്ടും. ഈ ബാലൻസിന്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെന്റ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 112 ഇൻറ്റു 12 ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ബാലൻസ് ക്യാഷ് പ്രൈസിന്റെ എമൗണ്ടിൽ നിന്ന് സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും ക്യാഷ് പ്രൈസിന്റെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ക്യാഷ് പ്രൈസിന്റെ എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. ഫസ്റ്റ് ഇയറിനെയും സെക്കൻഡ് ഇയറിനെയും തേർഡ് ഇയറിനെയും ക്യാഷ് പ്രൈസിന്റെ എമൗണ്ട് കിട്ടിയാൽ അത് 3ഉം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺ പേയ്മെന്റും കൂടെ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും. ഫസ്റ്റ് മെത്തേഡിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ മെത്തേഡ് നോക്കിക്കോ. Situation number 3. When only installments are given, but cash price and rate of interest are not given. 3 ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 or 4 ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയില്ല, ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ ചെയ്യും? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തേനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാമായിരുന്നു അല്ലേ? ക്യാഷ് പ്രൈസും അറിയാമായിരുന്നു. രണ്ടാമത്തെ കയറി വന്നപ്പോൾ ക്യാഷ് പ്രൈസ് അറിയാമില്ല.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിലും അറിയാമായിരുന്നു. മൂന്നാമത്തേനകത്ത് അവർ പറയുന്നത് എല്ലാ മാസവും ഇത്രയൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഇൻട്രസ്റ്റ് എത്രയാണെന്നോ ഏതും നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയാണെന്നോ ഒന്നും പറയുന്നില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് മെത്തേഡ് പോലെയല്ല, ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, എക്സ് കമ്പനി പർച്ചേസ്ഡ് എ മോട്ടോർ കാർ ഓൺ 1st April 2009 ഓൺ ഹയർ പർച്ചേസ് പേയിങ് 60,000 ക്യാഷ് ഡൗൺ ആൻഡ് ബാലൻസ് ഇൻ 4 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് 55,000, 50,000, 45,000 ആൻഡ് 40,000. ഇതാണോ 4 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ്? 55,000, 50,000, 45,000, 40,000. ഈ ഇൻസ്റ്റാൾമെന്റ്സിനകത്ത് എല്ലാത്തിനകത്തും ക്യാഷ് പ്രൈസും കിടപ്പുണ്ട്, ഇൻട്രസ്റ്റും കിടപ്പുണ്ട്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോലും നമുക്കറിയില്ല. Okay, the cash price at the end of the accounting bill. You are required to calculate the total cash price and the amount of interest in each installment. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. നമുക്ക് ആകെ തന്നിരിക്കുന്നത് 4 ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. 55,000, 50,000, 45,000, 40,000 എന്ന് പറഞ്ഞ് 4 ഇൻസ്റ്റാൾമെന്റ്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഈ ഇൻസ്റ്റാൾമെന്റിനകത്തുള്ള ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയണം, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എത്രയാണെന്ന് അറിയണം. ഇത് രണ്ടും അറിയാൻ പാടില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നോക്കേ, ഇവിടെ ഡൗൺ പേയ്മെന്റ് 60,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. മനസ്സിലായി? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റിനെ നമ്മൾ ഐ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റിനെ ഐ എന്നെടുത്താൽ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റിനെ നമുക്ക് 2i എന്നെടുക്കേണ്ടി വരും. തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്താ 3i ആൻഡ് 4i. ഇതും പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഇത് ഫോർത്ത് ഇയറും, ഇത് തേർഡ് ഇയറും, ഇത് സെക്കൻഡ് ഇയറും, ഇത് ഫസ്റ്റ് ഇയറും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയറിലായിരിക്കും, ലാസ്റ്റ് ഇയറിലായിരിക്കും? ചുമ്മാ ആലോചിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയറിലായിരിക്കും, ലാസ്റ്റ് ഇയറിലായിരിക്കും? എപ്പോഴായിരിക്കും? ഫസ്റ്റ് ഇയറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലേ? കാരണം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളത് എപ്പോഴാണ്? ഫസ്റ്റ് ഇയറിലാണ്. അതായത് ഫസ്റ്റ് ഇയറിലെ നോക്കി, ഫസ്റ്റ് ഇയറിലെ 55,000 എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെന്റിനകത്ത് എക്സ് എന്ന് പറയുന്ന ക്യാഷ് പ്രൈസ് ആണെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ക്യാഷ് പ്രൈസ് ആണെന്ന് അസ്യൂം ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 4 ടേമിലും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. സോ എക്സ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റിന്റെ കൂടെ 4i ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ. സെക്കൻഡ് ഇയറിൽ വരുമ്പോഴോ, സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് 50,000. സോ എക്സ് പ്ലസ് 3i വരും. തേർഡ് ഇയറിൽ 45,000. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2i ആൻഡ് ദ ലാസ്റ്റ് ഇയർ എക്സ് പ്ലസ് i. ഇങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായി? ഏതെങ്കിലും ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തേ, ഏതെങ്കിലും നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ആദ്യത്തെ 2 തന്നെ എടുക്കാം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് ഐ ഈക്വൽ ടു 40,000. അതിന് താഴെ എക്സ് പ്ലസ് 2i ഈക്വൽ ടു 45,000. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്ത നേരത്ത് എക്സും എക്സും ക്യാൻസൽ ആയി പോയി. 2i മൈനസ് i 45,000 മൈനസ് 40,000 5,000 ഇൻട്രസ്റ്റ് വരും. അതായത് ഓരോ ഇൻസ്റ്റാൾമെന്റിനകത്തും എത്ര രൂപ വെച്ച് ഇൻട്രസ്റ്റ് വരും? 5,000 വെച്ച് ഇൻട്രസ്റ്റ് വരും. മനസ്സിലായോ? ഓക്കെ. സോ ഈ ഒരു അസംഷനിൽ ചെയ്യുകയാണെങ്കിൽ ഓരോ ടേമിലെയും ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഫസ്റ്റ് ഇയറിൽ 4 into i 20,000 rupees ഇൻട്രസ്റ്റ് വരും. നോക്കാം. ഡൗൺ പേയ്മെന്റ് 60,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 55,000 ആണ് ഇൻസ്റ്റാൾമെന്റ്. അവിടെ ഇൻട്രസ്റ്റ് 4i. I means interest. I 5,000 ആണെന്ന് കിട്ടി. That means 20,000 ഇൻട്രസ്റ്റ് വരും. So 55,000 minus 20,000 35,000 ആയി. സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റാൾമെന്റ് 50,000 3i 15,000. So 50 minus 15 35. തേർഡ് ഇയറിൽ 45,000 ആണ്. 2i 10,000 35,000. That means ഈ ക്യാഷ് പ്രൈസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം.
സോ നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണെന്നും ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണെന്നും ടോട്ടൽ എന്താണെന്നും കിട്ടും, ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണെന്നും കിട്ടും. ചെയ്ത് മനസ്സിലായല്ലോ? സോ 3 മെത്തേഡാണ്. ആദ്യത്തേനകത്ത് എന്തുണ്ടായിരുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേനകത്ത് റിവേഴ്സ് മെത്തേഡ് അനുസരിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ മെത്തേഡിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇല്ല, ക്യാഷ് പ്രൈസും ഇല്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻറ്റ് വൺ, when the reference to annuity table, rate of interest and installments are given but total cash price is not given. അതായത് ഇവിടെ ആന്യൂറ്റി ടേബിൾ തന്നിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആന്യൂറ്റി ടേബിൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. നിങ്ങൾ കേൾക്കുന്ന പുതിയൊരു ടേം ആയിരിക്കും ആന്യൂറ്റി ടേബിൾ. ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്നൊക്കെ പറയും. മനസ്സിലായി? നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിനകത്തൊക്കെ എഫ് എം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന നേരത്ത് നമുക്ക് കൂടുതലായിട്ട് കയറി വരുന്ന ഒരു ഏരിയയാണ്. സോ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് വെച്ചാൽ എന്നാണെന്നറിയാമോ? ഇന്നത്തെ 1 രൂപയുടെ വാല്യൂ ആയിരിക്കില്ല അടുത്ത വർഷത്തെ 1 രൂപയുടെ വാല്യൂ. ഇപ്പം നമ്മൾ തമാശക്കൊക്കെ പറയില്ലേ, കഴിഞ്ഞ എന്താ പറയുക, നമുക്ക് ഒരു 10 വർഷം മുമ്പ് 10 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കിട്ടുന്ന സാധനങ്ങൾ പോലും ഇപ്പം കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് മണി വാല്യൂ എന്ന് പറയുന്നത് ഓരോ വർഷവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക, എ സർട്ടൻ പെർസെൻറ്റേജ്. മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയുവാണെങ്കിൽ, ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ കടം തരികയാണ്. നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ 100 രൂപ എനിക്ക് തിരിച്ചു തരണേ. മനസ്സിലായി? 2020 ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ കടം തരുന്നു. 2030 ആകുമ്പം നിങ്ങൾ അതേ 100 രൂപ എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2020 100 രൂപയുടെ വാല്യൂ ആയിരിക്കില്ല 2030 100 രൂപയുടെ വാല്യൂ, തീർച്ചയായിട്ടും കുറവായിരിക്കും അല്ലേ? കാരണം ഈ പറയുന്ന പോലെ വർഷങ്ങൾ കഴിയുന്തോറും എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? ഈ മണി വാല്യൂ സർട്ടൻ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സർട്ടൻ പെർസെൻറ്റേജ് മണി വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? അതായത് മേ ബി എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാവാം ഈ പറയുന്നത് പോലെ മണി വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് സപ്പോസ് 10% വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓരോ വർഷവും 10% വെച്ച് മണി വാല്യൂ കുറയും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലായി? സോ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിൽ 1 രൂപയാണ് വാല്യൂ എങ്കിൽ സെക്കൻഡ് ഇയറിൽ അതിൻ്റെ വാല്യൂ 1/1.10 ചെയ്ത് മനസ്സിലായല്ലോ? ഫസ്റ്റ് ഇയറിൽ 1 രൂപയാണ് വാല്യൂ. നമ്മൾ ഓരോ വർഷവും 10% വെച്ച് കുറയും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഈ 1 രൂപയുടെ വാല്യൂ 1/1.10 എന്ന് വരും. ദാറ്റ് മീൻസ് 1/1.10 എത്ര വരും? 0.909. ചെയ്ത കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്നത്തെ ഈ 2020 1 രൂപയാണെങ്കിൽ 2021 1 രൂപയുടെ വാല്യൂ എത്രയായി കുറഞ്ഞു? 0.909 ആയിട്ട് കുറഞ്ഞു. ഇനി അടുത്ത വർഷം ഡിവൈഡ് ബൈ 1.10. ദാറ്റ് മീൻസ് 0.909 ആണ് ഡിവൈഡ് ബൈ 1.10. അത് എത്രയായി? 0.826 ആയി. അതിൻ്റെ അടുത്ത വർഷം 0.751 ആവും. ഞാൻ എഴുതിയ കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് ആദ്യത്തെ വർഷം 1 രൂപയാണ്, 2020 1 രൂപയാണ്, 2021 1 രൂപയ്ക്ക് 1 രൂപയുടെ വാല്യൂ ഇല്ല. എത്ര മാത്രമേ വാല്യൂ ഉള്ളൂ? 0.909 ഉള്ളൂ. എപ്പോഴത്തെ? 2010 0.909 വാല്യൂ ഉള്ളൂ. ഇറ്റ്സ് കോൾഡ് പ്രസന്റ് വാല്യൂ. മനസ്സിലായി? ഇതിനാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്, ഇന്നത്തെ വാല്യൂ. അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് 1 രൂപ തന്നു, അടുത്ത വർഷം നിങ്ങൾ ആ 1 രൂപ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഇന്നത്തെ 0.909 വാല്യൂ മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഒരിക്കൽ കൂടെ കൺഫ്യൂസ് ആയില്ലെങ്കിൽ, 2020 ഞാൻ നിങ്ങൾക്ക് 1 രൂപ തന്നു. 2020 2021 നിങ്ങൾ ആ 1 രൂപ, അതേ 1 രൂപ എനിക്ക് തിരിച്ചു തരികയാണ്. ആ 1 രൂപ എനിക്ക് തിരിച്ചു തരുമ്പോൾ എനിക്ക് കിട്ടിയ 1 രൂപ 2020 എത്രയിന് മാത്രം ഈക്വലൻ്റ് ആയിരിക്കും? 0.909 മാത്രം ഈക്വലൻ്റ് ആയിരിക്കും. മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് പ്രസന്റ് വാല്യൂ. വൺസ് അഗെയിൻ കൺഫ്യൂസ് ആയില്ലെങ്കിൽ, 2020 ഞാൻ നിങ്ങൾക്ക് 1 രൂപ തരുന്നു, 2021 അതേ 1 രൂപ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നു. നിങ്ങൾ 2021 തിരിച്ചു തന്ന 1 രൂപയുടെ വില ഞാൻ 2020 ചെന്ന് ആലോചിക്കുന്ന നോക്കുന്ന നേരത്ത്, അല്ലെങ്കിൽ 2020 1 രൂപയ്ക്ക് താരതമ്യം ചെയ്യുന്ന നേരത്ത് അതിന് വാല്യൂ എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? 0.909 ഉണ്ടാവും.
മനസ്സിലായി? അതായത് 2020 ഞാൻ നിങ്ങൾക്ക് 1 രൂപ തന്നേ, 2021 നിങ്ങൾ അതെനിക്ക് തിരിച്ചു തരുന്ന നേരത്ത് നിങ്ങൾ തന്ന വാല്യൂ, നിങ്ങൾ 2021 തന്ന 1 രൂപയുടെ വാല്യൂ 2020 എത്രയിന് മാത്രം ഈക്വൽ ആയിരിക്കും? 0.909 മാത്രം ഈക്വൽ ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണെങ്കിൽ 10% ആണെങ്കിൽ. ഇങ്ങനെ 4 വർഷത്തെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവിടെ നോക്കി, on 1/1/2010, X purchased a plant from Y on hire purchase system. The hire purchase rate was settled at rupees 60,000 payable as to 15,000 on 1/1/2010, 15,000 at the end of 3 successive years. 60,000 രൂപയാണ് ഹയർ പർച്ചേസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ 15,000 കൊടുക്കും, ബാലൻസ് 15,000 into 3 എന്നുള്ള രീതിക്ക് ചെയ്യും. ഇൻട്രസ്റ്റ് ചാർജ്ഡ് വാസ് 5% per annum. മനസ്സിലായി? ഓരോ വർഷവും 5% വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചാർജ് ചെയ്യണേ? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണേ. The asset was to be depreciated in the books of the purchase of 10% on reducing balance method. Given that the present value of annuity, കണ്ടോ, present value of annuity for ₹1 per year at the rate 5% interest is 2.7232. ചെയ്തോ? മനസ്സിലായല്ലോ? ഓക്കെ. എങ്ങനെയായിരുന്നു? 5%. ഓരോ വർഷവും 5% വെച്ച് നമുക്ക് ഡിമിനിഷിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം ഇതിൻ്റെ അർത്ഥം, ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? ആദ്യത്തെ വർഷം 1 രൂപ, രണ്ടാമത്തെ വർഷം എഗെയിൻ 1 രൂപ, മൂന്നാമത്തെ വർഷം എഗെയിൻ 1 രൂപ. ദാറ്റ് മീൻസ് ടോട്ടൽ 3 രൂപ വരണം. പക്ഷെ ഇവർ പറയുന്നത് 3 വർഷത്തെ, അല്ലെങ്കിൽ ഇതിപ്പോൾ 2020 നിങ്ങൾ 1 രൂപ വാങ്ങിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1 രൂപ കൊടുക്കുന്നതെങ്കിൽ, അതായത് 21 1 രൂപ തിരിച്ചു വരും, 22 1 രൂപ തിരിച്ചു വരും, 2023 1 രൂപ തിരിച്ചു വരും. അങ്ങനെ 2020 മുടക്കിയ 1 രൂപയ്ക്ക് 3 വർഷം കൊണ്ട്, 2020 മുടക്കിയ 3 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് 2020 3 രൂപ തരണേ. നിങ്ങൾ 2021 എനിക്ക് 1 രൂപ തിരിച്ചു തരും, 2022 എഗെയിൻ 1 രൂപ തിരിച്ചു വരും, 2023 എഗെയിൻ എനിക്ക് 1 രൂപ തിരിച്ചു തരും. സോ 3 വർഷം കൊണ്ട് നിങ്ങൾ എനിക്ക് 3 രൂപ തിരിച്ചു തരും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്നത് 2020. ഈ 3 വർഷം കൊണ്ട് കിട്ടിയ 3 രൂപയ്ക്ക് 2020 പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര മാത്രമായിരിക്കും? 2.7232 മാത്രമായിരിക്കും. ചെയ്ത് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? 2020 ഞാൻ നിങ്ങൾക്ക് 3 രൂപ തരണേ, 21 1 രൂപ, 22 1 രൂപ, 23 1 രൂപ. അങ്ങനെ 3 വർഷം കൊണ്ട് നിങ്ങൾ 3 രൂപ എനിക്ക് തിരിച്ചു തന്നു, റിട്ടേൺ തന്നു. മനസ്സിലായി? ഈ 3 വർഷം കിട്ടിയ 3 രൂപയ്ക്ക് 2020 വാല്യൂ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 2.7232 മാത്രമേ ഉള്ളൂ. സോ നോക്കി, ഈ വാല്യൂവിൻ്റെ ഡിമിനിഷനെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്ന് പറയാം. ചെയ്ത് മനസ്സിലായി? ഈ വാല്യൂവിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസത്തിനെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്ന് പറയാം. ഇനി ഇതെങ്ങനെയാണ് ഹയർ പർച്ചേസിൽ അപ്ലിക്കബിൾ ആവണേ എന്ന് നോക്കുമ്പോൾ, നോക്കി, 1 രൂപയുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 2.7232 ആണ്. 1 രൂപയുടെ പ്രസന്റ് വാല്യൂ. ദാറ്റ് മീൻസ് നമ്മൾ 15,000 into 3 3 ഇൻസ്റ്റാൾമെന്റ് ആണ് കൊടുക്കണേ. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? 15,000 into 3 3 ഇൻസ്റ്റാൾമെന്റ് ആണ് കൊടുക്കണേ. 3 ഇൻസ്റ്റാൾമെന്റ് ചെയ്യുമ്പോൾ 45,000 റുപ്പീസ് വരണം, വേണ്ടേ? പക്ഷെ നമ്മളോട് ഇവിടെ പറയുന്നത് 3 രൂപയുടെ വാല്യൂ എത്ര രൂപയായി? 2.7232 ആയി. അതായത് 15,000 രൂപ 3 തവണ കൊടുത്താലും 45,000 രൂപ വാല്യൂ വരില്ല. നമുക്ക് ആകെ വരുന്നത് 40,848 രൂപയുടെ വാല്യൂ മാത്രമായിരിക്കും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഇതിന്റെ ഡിഫറൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? അതായത് ഈ പറയുന്ന 3 മൈനസ് 2.7232 എന്ന് പറയുന്ന ഫാക്ടറിനെ ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഈ 2.7232 എന്ന് പറയുന്നതിനെ നമുക്ക് അതിന്റെ ക്യാഷ് പ്രൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇത്രയാണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് പറഞ്ഞത്. പ്ലസ് ഒരു 15,000 റുപ്പീസ് നമ്മൾ എന്തും കൂടെ കൊടുത്തിട്ടുണ്ട്? ഡൗൺ പേയ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ? മെത്തേഡ് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഗ്രൂപ്പിനകത്ത് എന്തായാലും നല്ലപോലെ പഠിക്കാനുള്ള. സോ മെത്തേഡ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 3 വർഷം കൊണ്ട് കിട്ടുന്ന 3 രൂപ അത് ഡിമിനിഷൻ ചെയ്ത് ഇപ്പോൾ 2.72 രൂപയായി. ആ വ്യത്യാസത്തിനെ ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ കിട്ടിയിരിക്കുന്ന ആനുവിറ്റി ഫാക്ടറിനെ നമുക്ക് എന്തായിട്ടും ട്രീറ്റ് ചെയ്യാം? ക്യാഷ് പ്രൈസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. സോ ഓരോ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസ് കിട്ടും, പ്ലസ് ഡൗൺ പേയ്മെന്റ് ചെയ്യാം.
ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നും ചെയ്ത് നോക്കണ്ട, നിങ്ങൾ ഈ മെറ്റീരിയലിൻ്റെ പ്രോബ്ലം തന്നെ ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഹയർ പർച്ചേസിൻ്റെ ബാക്കിയുള്ളതായിട്ട് വരാം. ഓക്കെ, ബൈ.